എറണാകുളം പറവൂരിൽ ഇതുവരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറുവ ഭീതിയിൽ നാട്ടുകാർ ആശങ്കയിലാണ്. വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലപ്പുഴക്ക് പിന്നാലെ പറവൂരിലും കുറുവ സംഘം എത്തിയെന്നാണ് സംശയിക്കുന്നത്. പക്ഷേ പോലീസ് ഇത് കുറുവ സംഘമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് പറവൂർ ചേന്നമംഗലം പഞ്ചായത്തിലെ 5-ാം വാർഡിന് സമീപമാണ്. ഇവിടെയാണ്, ഈ പരിസരത്താണ് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ കുറുവ സംഘമെന്ന് സംശയിക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഉണ്ടായത്. ഇക്കാണുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി 13-ാം തീയതി രാത്രി 2 പേർ അടങ്ങുന്ന സംഘം എത്തി. ഈ വാതിൽ പൊളിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇപ്പോൾ പുതിയ ലോക്കെല്ലാം വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവർ പൊളിച്ച ശബ്ദം കേട്ടാണ് വീട്ടുകാർ എഴുന്നേറ്റ് വന്നത്. പിന്നാലെ അവർ ഇവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. ലൈറ്റ് ഇട്ടതോടുകൂടി തന്നെ അവർ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത് ഈ വീടിന് തൊട്ട് അടുത്ത പരിസരം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നേരത്തെ ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ കാട് പിടിച്ച പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവിടെയും ഈ വീടിന് തൊട്ടടുത്ത് കാടുകൾ പിടിച്ചു കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതുവഴി ആയിരിക്കാം ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നൊരു പ്രാഥമിക നിഗമനം നിലവിൽ പോലീസിന് ഉണ്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. 7 വീടുകളിലാണ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. പ്രത്യേക അന്വേഷണ സംഘം മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. 2 കേസുകളാണ് ഈ പറവൂരിലെ കുറുവ സംഘവും അല്ലെങ്കിൽ കുറുവ സംഘ സംശയവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇന്നലെ വൈഭവ് സക്സേന എറണാകുളം റൂറൽ SP അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വീട്ടിൽ ആളുകൾ ഉണ്ട്. ചേച്ചി, ഈ വീട്ടിലെ ആളുകൾ എഴുന്നേറ്റത് കൊണ്ടാണ് ഈ കുറുവ സംഘം എന്നുള്ള മോഷണ വിവരം നാട്ടിലൊന്നാകെ അറിഞ്ഞത്. ചേച്ചിയാണ് ഇക്കാര്യം ഒരു വോയിസ് നോട്ടായിട്ട് നാട്ടിൽ മുഴുവൻ നാട്ടുകാരെയൊക്കെ അറിയിച്ചത്. ചേച്ചി, ഇപ്പോഴും ആശങ്കയുണ്ടോ? ഇന്നലെ SP ഒക്കെ വന്നിരുന്നു. ഇല്ല, ഇപ്പൊ നമുക്ക് കുറെ ഒരു സമാധാനം കിട്ടിയ ഒരു ഫീലാണ്. എന്ന് വെച്ചാൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. SP അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ജംഗ്ഷനിൽ നിന്ന്, ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്ന് ഈ പരിസരം മൊത്തമുള്ള CCTV ദൃശ്യങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രോൺ നോക്കുമ്പോഴത്തേട്ട് ഇവിടെ അവർക്ക് ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം എവിടെയൊക്കെയാണ് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആക്ഷൻ കൗൺസിൽ, പിന്നെ അതുപോലെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞേക്കൊണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു സമാധാനമുണ്ട്. ആദ്യമായിട്ടാണോ ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മോഷണം? ആദ്യമായിട്ടാണ്, ഈ വീട്ടിലും ഈ പരിസരത്തും ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് ഒരു പകച്ചു പോയി. പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. ചുറ്റോട്ടമൊക്കെ ലൈറ്റ് ഇട്ടുകൊണ്ട് അവരോടി പോയി കാണുന്നതാണ്. പിന്നെ ഈ വാതിലിന്റെ അടിവശത്തെ ടവർ ബോൾട്ടിന്റെ ഇതാണ് അവര് നോക്കിയത്. അപ്പൊ അതിങ്ങനെ ഇളകിയിരിക്കണായിരുന്നു. മുകളിലത്തെയും കൂടെ ഇളകിയിരുന്നെങ്കിൽ വാതിൽ തുറന്നു പോയേനെ. ഒച്ച കേട്ടാൻ ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പേടി ഉണ്ടോ? ചെറിയൊരു പേടിയുണ്ട്. എന്നാലും എല്ലാവരും ഇപ്പൊ നല്ല ഇതായിട്ട് ഉണർന്നിരിക്കുന്നതിന്റെ പേരില് പോലീസും നാട്ടുകാരും മെമ്പറും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, ചുറ്റുവട്ടത്ത് കുറച്ചധികം പിള്ളേരുണ്ട്. നമുക്ക് എല്ലാവരും ഒരു ആവശ്യമായിട്ട് ഇത് തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇത്. പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു ജാഗ്രതാ സമിതിയൊക്കെ രൂപീകരിച്ച് രാത്രി പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. നിലവിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഇന്നലെ SP ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു, ആളുകളെയൊക്കെ സമാധാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു ആത്മവിശ്വാസം തന്നിട്ടുണ്ടോ? കൂടുതൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്നുള്ള ആത്മവിശ്വാസം? തീർച്ചയായും. അതുപോലെ തന്നെ മീഡിയ പോലീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നപ്പം ജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും, നാട്ടുകാർക്കും ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് ഓരോ രാത്രികളും കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പം ഇന്നലെ SPയും എല്ലാവരും നമ്മുടെ കൂടെ 10-11 മണി വരെ നമ്മുടെ കൂടെ ഈ പരിസരത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുകാരും, ഏറ്റവും നല്ലവരായ നാട്ടുകാരും എല്ലാവരും കൂടി ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ വാർഡ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിനുപരി പ്രത്യേകമായി ഞാൻ കേരള പോലീസിനോടും അതുപോലെ തന്നെ 24 എന്ന ആ മീഡിയയോടും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് രാവിലെ ഒരു റിട്ടേൺ കൊടുക്കുകയും അതിനോടൊപ്പം മീഡിയക്കാർ വന്നു, നമ്മുടെ പോലീസ് എന്ന സംവിധാനം എല്ലാം എത്തി. അപ്പോഴല്ലേ ഏറ്റവും നല്ല ഒരു വിജയകരമായുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റി. അതുകൊണ്ട് ഏറ്റവും സന്തോഷമുണ്ട് എനിക്ക്. അതാണ് ഈ പ്രദേശമാകെ ഒരു ആശങ്കയിലാണ്. പക്ഷേ ഈ സ്ക്വാഡുകളൊക്കെ രൂപീകരിച്ചിരിക്കുന്നത് കൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ ആകുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ഇന്ന് രാത്രിയും പരിശോധന നടത്തും. പ്രത്യേക അന്വേഷണ സംഘം, മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടും ഇതിനപ്പുറത്തുള്ള ഏകദേശം 6ലധികം വീടുകളിലുമാണ് ഈ സാന്നിധ്യം കണ്ടെത്തിയത്. 3 CCTVകൾ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ CCTVകൾ പോലീസ് പരിശോധിക്കുന്നു. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രദേശത്ത് പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്.
ഈ മോഷ്ടാക്കളെ പിടികൂടാൻ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം CCTVയിൽ കണ്ടത് കുറുവാ സംഘമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ഇതേക്കുറിച്ച് ഇന്ന് റൂറൽ SP വൈഭവ് സക്സേന പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഇതുവരെ ഇത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതാ കുറുവാ സംഘം തന്നെയാണോ അല്ല. പക്ഷേ ഈ എല്ലാ നിരീക്ഷണം നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ബാക്കി ശക്തമായ രീതിയിൽ സമാൻ പോലെ എല്ലാ പര്യായ കേസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ആ ഏരിയ തന്നെ 2-3 സമീപകാലിൽ തേപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കള്ളന്മാരെ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്തിരുന്നു. സോ ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റിയിട്ടില്ല അത് കുറുവാ സംഘം തന്നെയാണോ അല്ല. 2 അറ്റംപ്റ്റ് ടു തേഫ്റ്റ് കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ പറവൂർ മാത്രമാണോ ഈ ജില്ലയിൽ? മുഴുവൻ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി മോഷണ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ പോലീസ് പറയുന്നത് നിലവിൽ വലിയ ആശങ്കയുടെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പോലീസ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നത് കൊച്ചി DCP KS സുദർശനാണ്. ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പെട്രോളിംഗ് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് DCP അറിയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഇത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നൈറ്റ് പെട്രോൾ ചെക്കിങ്ങും അതുപോലെ തന്നെ കൂടുതൽ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെ പരിശോധനകളൊക്കെ നടത്തി വരികയാണ്. അങ്ങനെ പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. നമ്മുടെ പോലീസ് വളരെ സജ്ജമായിട്ടുള്ള രീതിയിൽ എല്ലാ വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുന്നു.